ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുബി ഷൈൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കാന്ന്. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേഷ്യനട്ട് എല്ലാം 3 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബദാം, ഡ്യൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്, ഡേറ്റ്സ്, ചെറി, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ജാമാണ്. ഞാനിവിടെ പൈനാപ്പിൾ ജാമാണ് യൂസ് ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഹണി വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം, ഇത് ഓപ്ഷണലാണ്. ഒരു ബൗൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ജാം ഇതുപോലെ 1 സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ വൈനൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഷുഗറിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഷുഗർ നന്നായി കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരമലൈസ്ഡ് ഷുഗർ ചേർക്കുന്നതുകൊണ്ടാണ് പ്ലം കേക്കിന് നല്ല കളറും ടേസ്റ്റും കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1 ഗ്ലാസ് മൈദ, ഈ ഗ്ലാസ്സാണ് ഞാൻ എപ്പോഴും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 ടൈംസ് അരിച്ചെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ ഈവനായിട്ട് മൈദയിൽ സ്പ്രെഡ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 3 ടൈംസ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/4 ഗ്ലാസ് പഞ്ചസാര, ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായി പതയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മിക്സി ഉപയോഗിച്ച് നമുക്ക് മുട്ട നന്നായി പതയുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 2 തവണയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒന്നും കൂടെ ബീറ്റ്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വരാൻ ബുദ്ധിമുട്ടാവും. ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടുണ്ടാകും. ഈ ടൈമിൽ നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊന്നും പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരമലൈസ്ഡ് ഷുഗർ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ബാറ്റർ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക്
കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ നല്ല ഹാർഡായി പോകും. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ വെട്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ടിഷ്യൂ പേപ്പറിലേക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ പോവാനാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്ക് ബാറ്ററിൻ്റെ പാത്രം ഇറക്കി വെക്കാം. ഡയറക്റ്റ് സ്റ്റാൻഡ് ഇല്ലാണ്ട് കൊണ്ടുവച്ചാൽ കേക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ല ഉറപ്പുള്ളൊരു മൂടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കുക. ലിഡിൻ്റെ ഹോള് ഒരു ടാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ 40-45 മിനിറ്റ്സ് വെച്ച് വേവിച്ചെടുക്കുക. സാധാരണ ഒരു നോർമൽ കേക്കിന് 30-35 മിനിറ്റ്സ് മതി. പ്ലം കേക്കിന് കുറച്ച് കൂടുതൽ ടൈം വേണം വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കുമ്മേ കേക്ക് ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഈ പാത്രത്തിൽ നിന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം കേക്ക് മറ്റൊരു പാത്രത്തിൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ കണ്ടല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.